السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രതിസന്ധിയാണ്, ഒരു പ്രയാസമാണ്. വിളിച്ചറിയിക്കുന്ന ആളുകൾ, മെസ്സേജുകളിലൂടെ അറിയിക്കുന്ന ആളുകൾ, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ പറയുന്നൊരു പ്രതിസന്ധിയാണ് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ. തങ്ങളെ സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ്, വളരെ ഞെരുക്കത്തിലാണ്, കടം കൊണ്ട് കുടുങ്ങി. തങ്ങളെ സാമ്പത്തികമായ പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ കടം വാങ്ങി, അത് കൊടുക്കാൻ മറ്റൊരു കടം വാങ്ങി, അങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അത് വിളിച്ചറിയിക്കുന്ന ആളുകളുണ്ട്, മെസ്സേജുകൾ അറിയിക്കുന്ന ആളുകളുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് സങ്കടങ്ങൾ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രതിസന്ധിയാണ് തങ്ങളെ സമ്പത്തിൽ ബർക്കത്തില്ല. സമ്പത്തിൽ ബർക്കത്തില്ല, പ്രയാസമാണ്. സാമ്പത്തിക ഞെരുക്കം വളരെ എന്നെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. തങ്ങളെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഞാൻ എന്ത് അമലാണ് തങ്ങളെ ഞാൻ സ്വീകരിക്കേണ്ടത്? ഞാൻ എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ധാരാളം ആളുകളുണ്ട്. പറയാൻ മടിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഈ വീഡിയോസ് കാണുന്ന ആളുകൾ, നമ്മുടെ സയ്യിദിയ മജ്ലിസിലെ കുടുംബങ്ങൾ ഇത്തരം പ്രതിസന്ധികളിൽ, ഇത്തരം ഞെരുക്കങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട്. എന്താണ് അവർക്ക് പറ്റിയ അമല്? അവർ ചെയ്യേണ്ട ഏറ്റവും വലിയ അമൽ എന്താണ്? ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്, എല്ലാവർക്കും സിമ്പിളായിട്ട് അമലാണ്. നമ്മൾ വലിയ വലിയ അമലൊന്നും പറയാറില്ല. കാരണം നമ്മൾ പ്രേക്ഷകർ, നമ്മളത് കാണുന്ന നമ്മളെ സയ്യിദിയും കുടുംബത്തിലുള്ള ആളുകൾ സാധാരണക്കാരാണ്. ചില ആളുകൾക്ക് വലിയ വലിയ അമല് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. വലിയ വലിയ അമലുകൾ ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടാകും. വലിയ സൂറത്ത് തങ്ങൾ എത്ര പ്രയാസമാണ് ഓതാൻ, അതിന് സമയം കിട്ടാറില്ല. അങ്ങനെ പറയുന്ന ധാരാളം ആളുകളുണ്ട്, സാധാരണക്കാരുകളുണ്ട്. ധാരാളം സാധാരണക്കാരായതുകൊണ്ടാണ് ഇത്തരം ചെറിയ ചെറിയ അമൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചു തരുന്നത്. ഈ അമലുകൾ ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും അല്ലാഹ് നീ മാറ്റി നൽകണേ അല്ലാഹ്. ഈ അമലെങ്ങാനും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, അവൻ്റെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ, അവനക്ക് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ അഫ്ളലായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. എന്താണ് അനുഗ്രഹം? വലിയ സമ്പന്നനാക്കും അല്ലാഹു. ഹലാലായ മാർഗത്തിലൂടെ അവനക്ക് നേടിയെടുക്കാൻ അവനക്ക് സാധിക്കും. വലിയ സമ്പന്നനാക്കും. ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ അമല് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവനൊരു ബിസിനസ് ഓപ്പൺ ആക്കുകയാണ്, അല്ലെങ്കിൽ അവനൊരു കട ഷോപ്പ് ഓപ്പൺ ആക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു ബിസിനസ്സിലേക്ക് അവൻ പാർട്ണർ ചേരുകയാണ്.
അതൊരിക്കലും പൊട്ടിപ്പോവില്ല. അതിൽ നിന്ന് ഹലാലായ വരുമാനം അവനക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ അമൽ പതിവാക്കി കഴിഞ്ഞാൽ ഹലാലായ മാർഗത്തിലൂടെ അവനക്ക് വരുമാനം നേടിയെടുക്കാൻ അവനക്ക് സാധ്യമാകും. ഈ അമൽ ചെയ്തു കഴിഞ്ഞാൽ വലിയ സമ്പന്നൻ അല്ലാഹു അവനെയാക്കും. ഏതു മാർഗത്തില്? ഹലാലായ മാർഗത്തിൽ അവനക്ക് നയിക്കാൻ അവനക്ക് ഈ അമൽ കൊണ്ട് സാധിക്കും. അല്ലാഹു ഇനി തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കേണ്ടതില്ല. കാരണം എൻ്റെ ബിസിനസ് പൊട്ടുകയാണ് തങ്ങളെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ അമൽ ചെയ്യ്, ഈ അമൽ പതിവാക്ക്. ബിസിനസ്സിൽ റാഹത്തില്ല, സമ്പാദിക്കാൻ കഴിയുന്നില്ല, ഏണിംഗ് ചെയ്യാൻ കഴിയുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? ഈ അമൽ, ഈ പറയുന്ന അമലിനെ പതിവാക്കി നോക്ക്. നിനക്ക് എല്ലാം കൊണ്ടും എല്ലാ മാർഗത്തിലും സമ്പാദിക്കാൻ അല്ലാഹു അതിലുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും. ഏത് മാർഗത്തിലാണ്, ഏത് റൂട്ടിലാണ് അവനക്ക് സമ്പാദിക്കേണ്ടതെന്ന് അവനക്ക് അല്ലാഹു അതിന്റെ റൂട്ട്, അതിന്റെ ത്വരീഖ്, അതിന്റെ വഴി അല്ലാഹു അവനക്ക് ഇട്ടുകൊടുക്കും, തുറന്നിട്ട് കൊടുക്കും. പിന്നെ അവൻ സഞ്ചരിച്ചാൽ മതി. ചിലരൊക്കെ നമ്മൾ കാണുമ്പോൾ പറയാറുണ്ട്, ഓ അവന്റെ ഒരു തലവേര, അവൻ ആരായിരുന്നു? നമുക്കറിയാം അവൻ ആരായിരുന്നു, ഒന്നുമല്ലാത്തവനായിരുന്നു. ഇപ്പൊ അവനക്ക് എല്ലാമുണ്ട്, എല്ലാമുണ്ട്. കാരണം എന്താണ്? അവൻ എവിടെയെങ്കിലും ഇത്തരം അമലുകൾ അവൻ ചെയ്തിട്ടുണ്ടാകും, ഇത്തരം നന്മകൾ അവൻ ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഇത്തരം നന്മകൾ ചെയ്ത്, ഇത്തരം അമലുകൾ ചെയ്ത് അല്ലാഹു ഞങ്ങളെ ജീവിതം ധന്യമാക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഭാരിച്ച കടങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധിതനാക്കി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ മൗത്താക്കല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, സമ്പാദിക്കാൻ ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇതൊക്കെ പറയുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് കുറേ ആളുകൾ, ധാരാളം ആളുകൾ ഫോൺ വഴി അറിയിക്കുന്ന, ഫോൺ വഴി വിളിക്കുന്ന ആളുകൾ, മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ, ഇനി എന്നാണ് കൺസൾട്ടിങ് തങ്ങളെ, ഇനി എന്നാണ് അടുത്ത ഞങ്ങൾ വീട്ടിലേക്ക് വരേണ്ടത്, ഇനി എന്നാണ് ബുക്കിംഗ് ഉള്ളത്? ഇനി ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ നമ്പറിൽ വിളിച്ച് അടുത്ത ശനിയാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് ഇനി ബുക്കിംഗ് ഉള്ളത്. ഈ നമ്പറിൽ വിളിച്ച് അറിയിച്ച് ഇൻഷാ അല്ലാഹ് എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാത്തിനും ഇവിടെ പരിഹാരമുണ്ട്. അല്ലാഹുവേ, നീ എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പരിഹാരം നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. എന്ത് പ്രയാസമാണെങ്കിലും, സിഹർ പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ പോലുള്ള, കണ്ണേറ് പോലുള്ള ഇത്തരം പ്രയാസങ്ങൾ, പൈശാചികമായ ഇത്തരം ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ധാരാളം ആളുകൾ നിരന്തരമായി ബന്ധപ്പെടാറുണ്ട്. വീടിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, പോക്കുവരവിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, വീട്ടിൽ നിൽക്കാൻ തങ്ങളെ റാഹത്തില്ല, അത്തരം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടമ്പിൽ വരുന്ന സമയത്ത് നമ്മൾ അവരെ കണക്കുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്താണ് അവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളുള്ളത്. പൈശാചികമായ പ്രയാസത്തിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ടാണ് ഇത്തരം റാഹത്തില്ലാത്ത ഒരു ജീവിതം അവരെ കുടുംബത്തിലും അവരെ വീട്ടിലും അവർക്ക് നയിക്കാൻ കഴിയാത്തത്. അതൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ വന്നുകൊണ്ട് റാഹത്തായ ആളുകൾ, കല്യാണക്കാരും റെഡിയായ ആളുകൾ, ഇത്തരം പ്രയാസങ്ങൾ തീർന്ന ആളുകൾ, രോഗങ്ങൾ ശിഫയായ ആളുകൾ, അങ്ങനെ പറഞ്ഞാൽ ധാരാളം കേസുകൾ. സ്നേഹങ്ങളില്ലാത്ത, ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹമില്ല തങ്ങളെ, അത്തരം പ്രയാസങ്ങൾ പറഞ്ഞ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ വരുന്ന ആളുകൾ. ഒരു കുഞ്ഞിക്കാലില്ല തങ്ങളെ, അതിനെന്താണ് മാർഗം? അതിനെന്താണ് അമല്? അതിനെന്താണ് ചികിത്സ എന്ന് ചോദിച്ച് ഇൻഷാ അല്ലാഹ് ഇവിടമിൽ വരുന്ന ആളുകൾ. അങ്ങനെ പല ജാതി പ്രയാസങ്ങൾ, സർപ്പദോഷത്തിൽപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, കുടുംബങ്ങൾ വരെ പിരിഞ്ഞ ആളുകൾ, ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ വന്നുകൊണ്ട് ദാമ്പത്യ ജീവിതം വരെ വേർപിരിഞ്ഞ ആളുകൾ. അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ, എണ്ണിയാൽ തീരാത്തത്രയും പ്രയാസങ്ങൾ പറഞ്ഞ് ഓരോ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ വരുന്ന ആളുകൾ എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് അതിനുള്ള പരിഹാരം ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ.
എപ്പോഴും പറയുന്നത് പോലെ ഇവിടമിൽ അമലുകൾ പറയുന്ന സമയത്ത് അമല് സ്വീകരിച്ച് തങ്ങളെ റാഹത്തായി 12,000 ബിസ്മി ചൊല്ലി അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞ അമൽ ചെയ്ത് തങ്ങളെ മകന്റെ ജോലി റെഡിയായി റാഹത്തായി, തങ്ങൾ പറഞ്ഞ നേർച്ചകൾ ഞാൻ ചെയ്തു, ജോലി റെഡിയായി, കല്യാണക്കാര്യം റെഡിയായി, രോഗങ്ങൾ ശിഫയായി എന്ന് പറയുന്ന വിളിച്ചറിയിക്കുന്ന ആളുകൾ, ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സ്ഥിരമായി നമ്മളെ സയ്യിദിയ മജ്ലിസ് കാണുന്ന ആളുകൾക്ക് പറഞ്ഞ് ഇവിടുത്തെ ഫളാഇൽ, ഇവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് മഹാന്മാരായ, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലണ്ട് തീരത്തെത്തിയ മഹാനായ ഖുതുബ് ജമലുല്ലൈലി പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. ഞങ്ങളൊക്കെ വല്യപ്പയായ ജമലുല്ലൈലി പാപ്പാന്റെ കാവലിലും നോട്ടത്തിലും അവിടുത്തെ ഇജാസിയത്തിലും കുരുത്തത്തിലും പൊരുത്തത്തിലുമാണ് ഈ മജ്ലിസും. ഇവിടുത്തെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള ചികിത്സാ രീതികൾ അവിടുത്തെ പാരമ്പര്യം അനുസരിച്ചാണ്. അല്ലാഹു നീ ബർക്കത്ത് നൽകണേ, അല്ലാ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. അവിടുത്തെ ദറജ നീ ഏറ്റി നൽകണേ, അല്ലാ അവിടുത്തെ ദറജ നീ ഏറ്റി വർദ്ധിപ്പിക്കണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് ഓരോരുത്തരും ഇവിടെ അമലുകൾ സ്വീകരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ റാഹത്താകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ മഹാന്റെ ഒരു കുരുത്തവും പൊരുത്തവും കൊണ്ടാണ്, ആ മഹാന്റെ കറാമത്ത് കൊണ്ട് തന്നെയാണ്. അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് കാണുന്ന എല്ലാവരും ഇൻഷാ അല്ലാഹ് അവിടത്തേക്ക് ഒരു 11 ഫാത്തിഹ ദിവസവും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ 11 ഫാത്തിഹ നിങ്ങൾ ചൊല്ലി നോക്ക്. നിങ്ങൾക്ക് കാണാം വലിയ അത്ഭുതങ്ങൾ, നിങ്ങൾക്ക് കാണാം വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ് ഇൻഷാ അല്ലാഹ് അവിടുത്തെ മഖാം. അല്ലാഹുവേ ദറജ നീ ഏറ്റി നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ ഇൻഷാ അല്ലാഹ്. നമുക്ക് അമലിലേക്ക് കടക്കാം. എന്താണ് അമൽ? വലിയ സമ്പന്നനാവാൻ, ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും, 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും, സുബ്ഹിന്റെ ശേഷം, ളുഹറിന്റെ ശേഷം, അസറിന്റെ ശേഷം, മഗ്‌രിബിന്റെ ശേഷം, ഇശാന്റെ ശേഷം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഓരോ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ഓതേണ്ട, പതിവാക്കേണ്ട സൂറത്ത് ഒരു 3 പ്രാവശ്യം, കൂടുതലൊന്നും വേണ്ട. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വലിയ അമലുകളല്ല ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ സിമ്പിളായിട്ട് പതിവാക്കാൻ പറ്റുന്നവരാണ്. നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ പറയണം, ഇക്ക ഈ അമല് നിങ്ങൾ പതിവാക്കി നോക്ക്. ഗൾഫിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഭർത്താക്കന്മാരുണ്ടാകും, വിളിച്ചറിയിക്കുന്ന ആളുകളുണ്ട്, എന്റെ ഭർത്താവ് ഗൾഫിൽ ബുദ്ധിമുട്ടാണ്, തങ്ങളെ പ്രയാസത്തിലാണ്, നല്ല സാലറി ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടിക്കുറച്ച് വേറൊരു മാനേജർ വന്ന് ഇക്കയുടെ സാലറി ഒക്കെ വെട്ടിക്കുറച്ച് ഇപ്പൊ വലിയ തുച്ഛമാണ് തങ്ങളെ, വലിയ കടങ്ങളുണ്ട്, വീട് പണി പൂർത്തിയാക്കി അതിൽ തന്നെ ധാരാളം കടങ്ങളുണ്ട് തങ്ങളെ, മകളെ കല്യാണം കഴിച്ചു വിട്ടു, അതിലും ധാരാളം കടങ്ങളുണ്ട്, ഇതൊന്നും കൊടുത്ത് വീട്ടാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഇക്കയുടെ സാലറി കൊണ്ട് അതൊന്നും ഒത്തു നീങ്ങുന്നില്ല, ഞങ്ങളെ കാര്യങ്ങൾ തന്നെ കഴിഞ്ഞു വരുമ്പോഴേക്കും 1 മാസം സാലറി അങ്ങ് കഴിഞ്ഞു പോയി, പിന്നെ കടത്തിലേക്ക് മാറ്റിവെക്കാനോ മറ്റതിലേക്ക് മാറ്റിവെക്കാനോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിവെക്കാനോ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അത്തരം പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളുകൾ ഇക്കയോട് പറയേ, 5 വക്ത് നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ പതിവാക്കേണ്ട സൂറത്ത് ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ സൂറത്ത്? എല്ലാവരും ഓതുന്ന സൂറത്താണ്, എല്ലാവരും പതിവാക്കുന്ന സൂറത്താണ്. ഏതാണ് ആ സൂറത്ത്? സൂറത്തു ശറ. നമ്മളെ സമ്പത്തിൽ വലിയ അഭിവൃദ്ധി അല്ലാഹു നൽകും. ഇപ്പം ജോലിക്ക് കയറി
നല്ല സാലറി ഉണ്ട്. ആ സാലറിയിൽ അള്ളാഹു ബർക്കത്ത് നൽകാൻ, അഭിവൃദ്ധി നൽകാൻ സൂറത്ത് ശറഅനെ നിങ്ങൾ പതിവാക്ക്. 3 പ്രാവശ്യം നിങ്ങൾ ഓതി നോക്ക്. ഏതാണ് ആ സൂറത്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഅ ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഅത ഫൻസബ് വഇലാ റബ്ബിക ഫർഅബ്. ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കി നോക്ക്. നിങ്ങൾക്ക് കാണാം അത്ഭുതം. കാരണം നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും, വലിയ സമ്പന്നനാക്കും അല്ലാഹു. ഒരിക്കലും ഈ സൂറത്തിനെ, ഈ അമല് നിങ്ങൾ ഉപേക്ഷിക്കരുത്. എല്ലാ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യം, കൂടുതലൊന്നുമില്ല, 3 പ്രാവശ്യം അലം നശ്റ സൂറത്തു ശറഅനെ നിങ്ങൾ പതിവാക്കി നോക്ക്. നിങ്ങൾക്ക് കാണാം അത്ഭുതം. അല്ലാഹുവെ ഓതാനുള്ള ഭാഗ്യം അല്ലാഹു നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. പതിവാക്കാനുള്ള ഭാഗ്യവും ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. എല്ലാവരും ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ജോലി തിരക്കിലാണ്, സമയം കിട്ടാറില്ല തങ്ങളെ, എന്നാൽ ഭാര്യയ്ക്ക് ഓതാം, ഭാര്യയ്ക്ക് നീ പതിവാക്കാം. ഭർത്താവിന് വേണ്ടി ഞങ്ങളെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യാൻ, ഭർത്താവ് കൊണ്ടുവരുന്ന സമ്പത്തിൽ ബർക്കത്തുണ്ടാവാൻ ഭാര്യയ്ക്ക് വീടിന്റെ അകത്തളങ്ങളിൽ നോതാം. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഓതാം. ഏതാണ് സൂറത്ത് ശറഅനെ നിങ്ങൾ പതിവാക്കി നോക്ക്. നിങ്ങൾക്ക് കാണാം അത്ഭുതം. അല്ലാഹുവേ ഇത് പതിവാക്കാനുള്ള ഭാഗ്യം അല്ലാ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ധാരാളം ആളുകൾ നിരന്തരമായി വിളിച്ചറിയിക്കുന്ന പല പ്രയാസങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ ഈ നമ്പറിലേക്ക് വിളിച്ചറിയിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അല്ലാഹുവേ നീ മാറ്റി നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അല്ലാഹു എന്ത് പ്രയാസമാണെങ്കിലും പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബാത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നുള്ള നീ ബാത്തിലാക്കണേ അല്ലാ, നീ ബാത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ സാഹിരീങ്ങളെ സിഹിറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, മാക്കിരീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ, ലോലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ടല്ലാ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളല്ലാ നീ മാറ്റി നൽകണേ അല്ലാ. ധാരാളം ആളുകൾ കമന്റ് ബോക്സിൽ ഓരോരോ പ്രയാസങ്ങൾ എഴുതി അറിയിക്കുന്ന ആളുകളുണ്ട്. മകൻക്ക് ജോലി റെഡിയാവാൻ, ഭർത്താവിന് ജോലി റെഡിയാവാൻ, ഭർത്താവിൻ്റെ സ്വഭാവം റാഹത്തിലാവാൻ, മകളെ കല്യാണക്കാര്യം റെഡിയാവാൻ, മകൻ്റെ കല്യാണക്കാര്യം റെഡിയാവാൻ, അങ്ങനെ രോഗങ്ങൾ ശിഫയാവാൻ, വീട്ടിലെ തങ്ങളെ നല്ല റാഹത്തായ ഒരു ഭവനമുണ്ടാവാൻ, മക്കളിലെ തങ്ങളെ ഒരു കുഞ്ഞിക്കാല് കാണാൻ. അല്ലാഹുവേ അങ്ങനെ പറയുന്ന ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ധാരാളം ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് പൈശാചികമായ ഉപദ്രവത്തിലാണ് തങ്ങളെ, അതിൽ നിന്ന് സലാമത്ത് നേടാൻ, സിഹിറിന്റെ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ട് നിൽക്കുകയാണ് തങ്ങളെ, അതിൽ നിന്ന് രക്ഷ നേടാൻ അങ്ങനെ പറയുന്ന പ്രയാസങ്ങൾ പറഞ്ഞ് എഴുതി അറിയിക്കുന്ന ആളുകൾ. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റി സലാമത്ത് കൊടുക്കണേ അല്ലാ, നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടുത്തെ ഇമ്മരപ്പടിയിൽ വന്നുകൊണ്ട് നീറുന്ന പ്രയാസങ്ങൾ, നീറുന്ന സങ്കടങ്ങൾ, വേവലാതികൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ, അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹ് മഹാന്മാരുടെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട്, അവിടുത്തെ പേരക്കിടാവായ മഹാനായ ഖുതുബ് ജമലുൽ പാപ്പയുടെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി സലാമത്ത് അവർക്ക് നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സമ്പത്തിൽ അഭിവൃദ്ധി
അഭിവൃദ്ധി നൽകണേ അല്ലാ, അഭിവൃദ്ധി നൽകണേ അല്ലാ, അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, കടങ്ങളെ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണേ അല്ലാ. അല്ലാ, കടങ്ങളെ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ, ഈമാൻ കാമിലാക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളെ ഉലമാക്കൾ അല്ലാഹുവേ ദീർഘായുസ്സുള്ള ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. മൺമറഞ്ഞു പോയ ഞങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകിയ, ഞങ്ങളെ സംഘടനകൾക്ക് വേണ്ടി നേതൃത്വം നൽകിയ അല്ലാഹുവേ മഹാന്മാരിന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ, ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ, ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. അല്ലാഹുവേ, ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാഹുവേ, ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ, ഖബർ സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. അല്ലാഹുവേ, 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉമ്മാന്റെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമാലുകളും ഉമ്മാടെ ഖബറിലേക്ക് നീ ഒരു കൂട്ടാളിയാക്കണേ അല്ലാ, നീ ഒരു കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മാലാഖന്മാരുടെ സഹായം നീ നൽകണേ അല്ലാ, നിന്റെ മാലാഖന്മാരുടെ സഹായം ഉമ്മാടെ പൊന്നുമ്മാടെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാ, നീ എത്തിക്കണേ അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാന്റെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. അല്ലാഹുവേ, പൊന്നാര പൊന്നുപ്പാക്ക് നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കാത്തോളണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന ധാരാളം ആളുകളുണ്ട് കേരളത്തിൽ അകത്തുനിന്ന്, കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, പുറത്തു നിന്നുള്ള ആളുകൾ, എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, എൻ്റെ ദ്വീപ് നിവാസികൾ. അല്ലാഹുവേ, അല്ലാഹുവേ, അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി റാഹത്ത് അവർക്ക് നീ കൊടുക്കണേ അല്ലാ. സന്തോഷം നിറക്കണേ അല്ലാ, അവരുടെ ജീവിതത്തിൽ സന്തോഷം നിറക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്വാൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല സലാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.